നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC 2024 നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച SCERT ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭു ആണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത്: കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. അപ്പോൾ ഒന്ന് മാത്രമാണ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര സേനാനി. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവ് ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ തന്നേക്കുന്നത്. അപ്പൊ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം: ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത്? അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം. എല്ലാം SCERT ഫാക്റ്റ് ആണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെ? മിറാത്തുൽ അക്ബർ, സമ്പാദ് കൗമുദി എന്നിവ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മിറാത്ത് ഉൽ അക്ബർ, സമ്പാദ് കൗമുദി. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏത്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. അടുത്ത ചോദ്യം: 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഇറ്റലിയിലാണ് G7 ഉച്ചകോടി 2024 നടന്നത്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന 10th മെയിൻസ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പ് വഴിയാണ് നൽകുന്നത്. ഈ വരുന്ന ഘട്ടങ്ങളുടെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 10th മെയിൻസിന്റെ ക്ലാസ് ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു ബാച്ച് പോകുന്നുണ്ട്. ഉടനെ തന്നെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർ കൂടെ വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, SCERT NCERT ക്ലാസ്സുകൾ മുതലായവയെല്ലാം ആ ഒരൊറ്റ കോഴ്സിൽ, ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കുന്നത് ആ കോഴ്സുകളിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ലഭ്യമായിരിക്കും. ഓക്കെ. കൂടാതെ ജനറൽ PSCക്ക് വേണ്ടിയിട്ട്, ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ജനറൽ PSCക്ക് സ്റ്റഡി പ്ലാൻ ഇല്ല, ബാക്കി എല്ലാ കോഴ്സിനും സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ. 23 ഫോഴ്സ്ഡ് ലേബർ ആണ്. ഫോഴ്സ്ഡ് ലേബർ നിരോധിക്കുക.
അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമ നിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം 1ഉം 3ഉം ആണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം എന്നിവയിലൂടെയാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ D.S. കോത്താരി കമ്മീഷന്റെ ശിപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ഇവിടെ വരേണ്ടത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 2ഉം 4ഉമാണ് വരേണ്ടത്. പക്ഷെ ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഈ ശുപാർശ നൽകിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന ശുപാർശ നൽകിയത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വർഷം 1948. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വർഷം 1952. ഡോക്ടർ D.S. കോത്താരി കമ്മീഷൻ വർഷം 1964. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവ് ബീഗം ഹസ്രത് മഹൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 21A ഉറപ്പു നൽകുന്നത്. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര്? രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ്. സർവവിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ആരെയാണ്? സർവവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആര്? കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ 2 മാത്രം. M.N. ഖുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. മലയാളിയായ K.M. പണിക്കർ അതിൽ അംഗമായിരുന്നു. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാൺല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? മധുര.
ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഇവിടെ സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതി എന്നതാണ് ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം. അടുത്ത ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രഖ്യാപനമാണ്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലിയെയാണ്. അരുണ ആസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി റാണി ഗായ് ഡില്യു. റാണി ഗായ് ഡില്യു. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലത്ത് നിയമമാണ്. റൗലത്ത് ആക്ട്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആണ്. അടുത്ത ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണെന്ന് കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് ഈസ്റ്റ് ഫ്ലോയിങ്. ഇവിടെ ഓപ്ഷനിൽ ഏതാ ഉള്ളത്? പാമ്പാർ ആണ്. പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.